ആദ്യത്തെ ക്ഷേത്രമുറ്റം കടന്ന് പ്രധാന ക്ഷേത്രമുറ്റത്തേക്ക് പോകുന്നത് മറ്റൊരു കവാട ഗോപുരത്തിനടിയിലൂടെയാണ്. ക്ഷേത്രത്തിലേക്കുള്ള ഭക്തരുടെയും വിനോദസഞ്ചാരികളുടെയും തിരക്ക് നിയന്ത്രിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ പാതയിലൂടെ നടന്ന് എത്തിച്ചേരുന്ന ക്ഷേത്രത്തിന്റെ ഇടതുവശത്തുള്ള ദീർഘചതുരാകൃതിയിലുള്ള മണ്ഡപത്തിലൂടെയാണ് ദർശനത്തിനായി പോകേണ്ടത്. ഈ മണ്ഡപത്തിന് പുറകിലായിട്ടൊരു ഗജശാലയുണ്ട്. അതിനുള്ളിൽ ലക്ഷ്മി എന്നു പേരുള്ള ഒരു ആനയുണ്ട്. സഞ്ചാരികൾക്കും ഭക്തർക്കും അനുഗ്രഹം നൽകുന്നതിനായി ആ ആന ചില സമയങ്ങളിൽ ഈ മണ്ഡപത്തിനരികെ വന്നു നിൽക്കും. 20 രൂപ നൽകിയാൽ നിങ്ങൾക്ക് ആന വരുന്നവരെ കാത്തു നിൽക്കാതെ ആനയുടെ അടുത്തേക്ക് പോകാവുന്നതാണ്. ചാലുക്യരുടെയും ഹൊയ്സലരുടെയും കാലഘട്ടങ്ങളിൽ ക്ഷേത്രത്തിൽ ധാരാളം കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ടെങ്കിലും വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ദേവരായ രണ്ടാമന്റെയും കൃഷ്ണദേവരായരെയും കാലഘട്ടത്തിലാണ് വിരൂപാക്ഷ ക്ഷേത്ര സമുച്ചയം ഇന്ന് കാണുന്ന രീതിയിലേക്ക് വികസിച്ചത്.